ആധുനിക തത്വചിന്തയുടെ കഥ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോൺ ലോക്കെ എന്ന ഇംഗ്ലീഷ് ഫിലോസഫറെ കുറിച്ചാണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലയിൽ ഏറെ പ്രസിദ്ധനാണ്. എന്നാൽ ഇന്ന് നാം പരിഗണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എപ്പിസ്റ്റമോളജി, ജ്ഞാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം, എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ് എന്ന മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുക. ആൻ എസ്സേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ആശയങ്ങളാണ് പ്രധാനമായിട്ടും നാം പരിഗണിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നാം റെനെ ഡെക്കാർത്തിനെ പരിചയപ്പെട്ടപ്പോൾ റാഷണലിസം എന്ന ഒരു ശാഖയെക്കുറിച്ച് മനസ്സിലാക്കി, അല്ലേ? റാഷണലിസം എന്നാൽ അറിവിൻ്റെ ഉത്ഭവം മനസ്സിൽ നിന്നാണ് എന്ന് വാദിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് റാഷണലിസം. റാഷണലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി രൂപപ്പെട്ട മറ്റൊരു ധാരയാണ് എംപിരിസിസം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസം, റാഷണലിസ്റ്റുകൾ മനസ്സിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ ഉത്ഭവം എന്ന് വാദിക്കുമ്പോൾ എംപിരിസിസ്റ്റുകൾ അങ്ങനെയല്ല, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭവിക്കുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. അതായത് ഭൗതികമായ ലോകത്ത് നിന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ വഴിയാണ് ജ്ഞാനം അറിവ് ഉത്ഭവിക്കുന്നത് എന്ന് വാദിക്കുന്നവരെയാണ് എംപിരിസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഒരു റാഷണലിസം, എംപിരിസിസം, ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകൾ തമ്മിലുള്ള വലിയ വാഗ്വാദങ്ങൾ പാശ്ചാത്യ തത്വചിന്തയിൽ നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ റാഷണലിസ്റ്റുകളുടെ ഒരു ആദ്യകാല ചിന്തകനാണ് റെനെ ഡെക്കാർത്തെങ്കിൽ അതിൻ്റെ എതിർധ്രുവത്തിൽ നിൽക്കുന്ന എംപിരിസിസ്റ്റുകളിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് ജോൺ ലോക്കെ. അപ്പോൾ ജോൺ ലോക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് മനസ്സ് എന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ് എന്നതാണ്. താബുല റസ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതായത് യാതൊന്നും എഴുതിയിട്ടില്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ലേറ്റ് പോലെയാണ് മനസ്സ്. അതിന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളാണ് ആ ഒരു സ്ലേറ്റിൽ പല ആശയങ്ങളും എഴുതി ചേർക്കുന്നത് എന്നർത്ഥം. മനുഷ്യന് ഇന്നേറ്റ് ആയിട്ടുള്ള യാതൊരു ഐഡിയാസുമില്ല. സ്വതസിദ്ധമായി മനസ്സിൽ മാത്രം ഉത്ഭവിക്കുന്ന യാതൊരു ആശയങ്ങളും മനുഷ്യന് ഇല്ല. മാൻ ഡസൻ ഹാവ് എനി ഇന്നേറ്റ് ഐഡിയാസ്. ഇതാണ് ജോൺ ലോക്കയുടെ പ്രധാനപ്പെട്ട ഒരു വാദം. നാം മുമ്പ് കണ്ടു, റെനെ ഡെക്കാർത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആശയങ്ങളുടെയും ഉത്ഭവം മനസ്സിൽ നിന്നാണ്, അല്ലേ? ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞതിന് ശേഷം ആ മനസ്സിൽ നിന്ന് ഞാനുണ്ട് എന്ന സത്യം സ്ഥാപിക്കുകയും പിന്നീട് മനസ്സിൽ നിന്ന് ഇൻഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയാസിൽ നിന്ന് ദൈവത്തെ സ്ഥാപിക്കുകയും അങ്ങനെ ലോകത്തെ കെട്ടിപ്പടുക്കുകയൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് നാം കണ്ടു. അപ്പോൾ ആശയത്തിൻ്റെ ഉത്ഭവം മനസ്സാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ മനസ്സിന് അങ്ങനെ ഇന്നേറ്റ് ആയിട്ടുള്ള യാതൊരു ആശയവുമില്ല എന്നാണ് ജോൺ ലോക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ മനസ്സിൽ വരുന്ന ആശയങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ്. ആ അറിവുകളാണ് ഈ ഒരു ബ്ലാങ്ക് സ്ലേറ്റിൽ, അല്ലെ, താബുല റാസ എന്ന മനസ്സിൽ എഴുതപ്പെടുന്നത് എന്ന് ജോൺ ലോക്കെ പറയുന്നു. അപ്പോൾ ഈ ഒരു റാഷണലിസം, എംപിരിസിസത്തിൻ്റെ ഈ ഒരു എതിർപ്പ്, അതിൻ്റെ ഒരു ക്രക്സ് കുടികൊള്ളുന്നത് ഇവിടെയാണ്, അല്ലെ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആശയം, പെർഫെക്ഷൻ എന്ന് പറയുന്ന ആശയം, ഇതൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതാണ് റാഷണലിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ്, അല്ലേ? എന്നാൽ എംപിരിസിസ്റ്റുകൾ അത്തരത്തിലുള്ള ആശയങ്ങൾ, അല്ലെ, ഇന്നേറ്റ് ആയിട്ടുള്ള യാതൊരു ഐഡിയാസും മനുഷ്യൻ്റെ മനസ്സിലില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ഉത്ഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പോൾ രണ്ട് തരം ആശയങ്ങളെക്കുറിച്ച് ജോൺ ലോക്കെ പറയുകയാണ്. ഒന്ന് സിമ്പിൾ ഐഡിയാസ്, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് നേരിട്ട് ലഭിക്കുന്ന സിമ്പിൾ ഇൻഡിവിസിബിൾ ഐഡിയാസാണ് ഒന്നാമതായി മനസ്സിലുള്ളത് എന്ന് ജോൺ ലോക്കെ പറയുന്നു. അദ്ദേഹം മനസ്സിൽ ഉള്ള ആശയങ്ങളുടെ ഒരു
ഇൻവെൻ്ററി ഇങ്ങനെ എടുക്കുകയാണ്. മനസ്സിൽ ആശയങ്ങളൊന്നും സ്വതവേ ഉത്ഭവിക്കുന്നില്ല, എന്നാൽ നമ്മുടെ മനസ്സിൽ സിമ്പിളായിട്ടുള്ള ചില ഐഡിയാസ് ഉണ്ട്. അതെങ്ങനെയാണ് ഉത്ഭവിക്കുക? അത് സെൻസേഷൻ വഴി ഉത്ഭവിക്കാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ വഴി ഉത്ഭവിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം നേടുന്ന അറിവുകൾ, അത് സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്ന സിമ്പിളായിട്ടുള്ള ഐഡിയാസ്. അത് സെൻസേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻറ്റേർണലായിട്ടുള്ള സെൻസേഷനും ആവാം. നമുക്ക് ഒരു തലവേദനയുണ്ട്, വയറുവേദനയുണ്ട്, ഇതൊക്കെ നേരിട്ട് നമ്മൾ അറിയുന്ന സെൻസേഷൻസാണ്. ആ സെൻസേഷൻസ് വഴി നമുക്ക് സിമ്പിൾ, ഇൻഡിവിസിബിൾ, നമുക്ക് വേർപെടുത്താൻ കഴിയാത്ത വിധം സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി എഴുതി ചേർക്കുന്നത് ഇത്തരത്തിലുള്ള സെൻസേഷൻ വഴിയാവാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് നമുക്കുള്ള അവെയർനെസ്, നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി രൂപപ്പെടുന്ന അവെയർനെസ് ഉണ്ട്. ആ അവെയർനെസ്സിലൂടെയോ സെൻസേഷനിലൂടെയോ സിമ്പിളായിട്ടുള്ള ആശയങ്ങൾ മനസ്സിൽ രൂപപ്പെടുന്നു എന്നതാണ് ആദ്യത്തെ പടി. അങ്ങനെ സിമ്പിൾ ഐഡിയാസിൽ നിന്ന് പിന്നീട് അവ സംയോജിപ്പിക്കപ്പെട്ടുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആശയങ്ങളും മനസ്സിൽ രൂപം കൊള്ളുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ആശയങ്ങൾ സെൻസേഷൻ വഴി അല്ലെങ്കിൽ റിഫ്ലക്ഷൻ വഴി രൂപം കൊള്ളുന്നു. ഈ സിമ്പിളായിട്ടുള്ള ആശയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് മനസ്സ് സങ്കീർണമായിട്ടുള്ള നിരവധി ആശയങ്ങൾക്ക് രൂപം നൽകുന്നു. ഈ രീതിയിലാണ് മനസ്സിൽ വിവിധങ്ങളായ ആശയങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ജോൺ ലോക്കെ പറയുന്നത്. അതായത് എക്സ്റ്റേണലായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് മനസ്സ് സ്വാധീനിക്കപ്പെടുന്നു എന്നതാണ് ഇൻ എഫക്റ്റ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് വരികയാണെങ്കിൽ, നാം ഈ രീതിയിൽ അറിഞ്ഞ ഈ ഒരു സിമ്പിൾ ഐഡിയാസോ അല്ലെങ്കിൽ കോംപ്ലക്സ് ഐഡിയാസോ പുറത്തു നിന്നുള്ള ഭൗതികമായിട്ടുള്ള ലോകവുമായിട്ട് അല്ലെങ്കിൽ വസ്തുക്കളുമായിട്ട്, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വസ്തുക്കളുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിൽ തന്നെ രൂപപ്പെട്ട ഒരു ആശയത്തെ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഗലീലിയോ മുതലായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ശാസ്ത്രീയ രീതികൾ, അവർ വികസിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയുടെ ഭാഗമായിക്കൊണ്ട് രൂപം കൊണ്ട, പിന്നീട് ജോൺ ലോക്കെ പോലെയുള്ള എംപിരിസിസ്റ്റ് തത്വചിന്തകർ വരച്ച് കാട്ടുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ വരുന്നുണ്ട്. അതായത് നാം ഒരു വസ്തുവിനെ അറിയുമ്പോൾ രണ്ട് തരം ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ജോൺ ലോക്കെ പറയുന്നു. ഒന്ന് പ്രൈമറി ക്വാളിറ്റീസ്, സെക്കൻഡറി ക്വാളിറ്റീസ്. അപ്പം എന്താണിത് എന്ന് നോക്കാം. പ്രൈമറി ക്വാളിറ്റീസ് എന്നാൽ ഒരു വസ്തുവിനെക്കുറിച്ച് നമ്മുടെ മനസ്സ് അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയുന്ന കാര്യങ്ങളും ആ വസ്തുവിലുള്ള കാര്യങ്ങളും ഒന്നായിരിക്കുക. അത് രണ്ടും, അതായത് നമ്മളൊരു വസ്തുവിനെ ഈ പറയുന്ന സിമ്പിൾ ഐഡിയാസ് എന്ന നിലയിൽ അറിയുമ്പോൾ, അല്ലെങ്കിൽ കോംപ്ലക്സ് ഐഡിയാസ് എന്ന നിലയിൽ നാം ഒരു വസ്തുവിനെ അറിയുമ്പോൾ നാം എന്താണോ അറിഞ്ഞത് അതും ആ വസ്തുവുമായിട്ട്, ആ വസ്തുവിൽ യഥാർത്ഥത്തിൽ നാം അറിഞ്ഞത് എന്താണോ അത് ഉണ്ടാവുക എന്നതാണ് ഒന്നിനെ പ്രൈമറി ക്വാളിറ്റി എന്ന് വിളിക്കാൻ കാരണമാകുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഒരു ആപ്പിള് നമ്മൾ എടുക്കുന്നു. ആ ആപ്പിള് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആപ്പിളിനെ കുറിച്ച്, ആപ്പിളിൻ്റെ നിറം, ആപ്പിളിൻ്റെ രുചി, ഇതൊക്കെ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ആപ്പിളിൻ്റെ മാസ്, അല്ലെ അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ സൈസ്, അതിൻ്റെ ഷേപ്പ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആപ്പിളിൻ്റെ വെയിറ്റ്, സൈസ്, ഷേപ്പ്, ഇതൊക്കെ തന്നെയാണ് പ്രൈമറി ക്വാളിറ്റീസ് എന്ന് ജോൺ ലോക്കെ പറയുന്നത്. കാരണം നാം അറിയുന്ന ആ വെയിറ്റ്, നാം അറിയുന്ന അതിൻ്റെ ഒരു സൈസ്, അതിൻ്റെ ആ മാസ്, ഇതൊക്കെ നാം എങ്ങനെയാണോ അറിയുന്നത് അത് അതേപടി തന്നെ ആ വസ്തുവിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ് അതിനെ അദ്ദേഹം പ്രൈമറി ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. മറിച്ച് ആ ആപ്പിളിൻ്റെ നിറമാവട്ടെ, ആ ആപ്പിളിൻ്റെ രുചിയാവട്ടെ, അല്ലേ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സെക്കൻഡറി ക്വാളിറ്റിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം യഥാർത്ഥത്തിൽ അത് നാം അതറിയുന്ന വിധത്തിൽ, ആ അറിയുന്ന രീതിയിൽ ആ വസ്തുവിലുണ്ടോ എന്നത് നമുക്കൊരിക്കലും പറയുക സാധ്യമല്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പം ആ ഒരു രീതിയിൽ ഒരു പ്രൈമറി സെക്കൻഡറി ഡിസ്റ്റിങ്ഷൻ ക്വാളിറ്റീസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് അറിവ് എന്നത് എന്താണ് എന്ന് നോക്കാം. നമ്മൾ സിമ്പിൾ ഐഡിയാസിനെ കുറിച്ച് പറഞ്ഞു. അവ യോജിച്ചുകൊണ്ട് എങ്ങനെ സങ്കീർണമായ ആശയങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. നാം അറിയുന്ന ഈ ഒരു ആശയങ്ങളും വസ്തുക്കളും തമ്മിൽ
അതായത് ഭൗതികമായ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുക്കളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രൈമറി സെക്കൻഡറി ഡിസ്റ്റിങ്ഷൻ ജോൺ ലോക്കെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നാം കണ്ടു. ഇനി അറിവ് എന്നത്, നോളജ് എന്താണ് എന്ന ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് ജോൺ ലോക്കെ പറയുന്നത് ഇത്തരം ആശയങ്ങൾ, ഈ നമ്മുടെ മനസ്സിലിപ്പോൾ പല രീതിയിലുള്ള ആശയങ്ങളുണ്ട് അല്ലേ, അതായത് ഇപ്പോൾ ഈ ഒരു മുമ്പ് പറഞ്ഞ രീതികളിൽ രൂപപ്പെട്ട ആശയങ്ങൾ, ഈ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിയോജിപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യമാണ് നോളജ്. മനസ്സിലായി? അതായത് ഈ പല പല ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെ, ആ ബന്ധങ്ങൾ തമ്മിൽ പല രീതിയിൽ യോജിക്കുന്നുണ്ടാകും, വിയോജിക്കുന്നുണ്ടാകും, അതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ബോധ്യങ്ങൾ, കൃത്യമായ ബോധ്യങ്ങളെയാണ് നാം അറിവ് എന്ന്, നോളജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് 3 രീതിയിൽ സംഭവിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന്, ഈ ഒരു നമുക്ക് മനസ്സിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള യോജിപ്പിനെയും വിയോജിപ്പിനെയും നാം മനസ്സിലാക്കുന്നത്, അതിനെക്കുറിച്ച് നാം ബോധ്യപ്പെടുന്നത് 3 തരത്തിലാണ്. ഒന്ന് ഇൻഡ്യൂഷൻ വഴി, മറ്റൊന്ന് സെൻസേഷൻ വഴി, മൂന്നാമത് ലോജിക്കൽ ഡെമോൺസ്ട്രേഷൻ വഴി. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹജാവബോധത്തിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ 2 ആശയങ്ങൾ എടുക്കുമ്പോൾ അവ തമ്മിൽ യോജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാവുകയാണ്, അങ്ങനെ അത് ശരിയാവുകയാണ്. അതിനെയാണ് അത്തരത്തിലുള്ള അറിവുകളെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഡ്യൂഷനിലൂടെ കിട്ടുന്ന അറിവുകളായിട്ട് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് സെൻസേഷനാണ്, അതായത് നാം ആ വസ്തുവിനെയും നമുക്ക് ഉണ്ടാകുന്ന സെൻസേഷനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെടുത്തുന്ന അറിവുകളെയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി സെക്കൻഡറി ഡിസ്റ്റിങ്ഷനൊക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെൻസേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന അറിവും ആ വസ്തുവിനെയും തമ്മിലുള്ള കമ്പാരിസണിലൂടെ രൂപപ്പെടുന്ന അറിവുകളെയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. മൂന്നാമത് ലോജിക്കൽ ഡെമോൺസ്ട്രേഷൻ, അതായത് നമ്മൾ ലോജിക്കലി 2 ആശയങ്ങൾ തമ്മിൽ ലോജിക്കലി കണക്ട് ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ കഴിവിൽ നിന്ന്, നേരത്തെ പറഞ്ഞ പോലെ സില്ലജിസം പോലെയുള്ള, റെനെ ഡെക്കാർത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നാം സൂചിപ്പിച്ചിരുന്നു, സില്ലജിസം പോലെയുള്ള പല ആശയങ്ങളും എങ്ങനെയാണ് ലോജിക്കൽ ഡെമോൺസ്ട്രേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മനസ്സിൽ രൂപപ്പെടുന്ന 2 ആശയങ്ങൾ തമ്മിൽ ലോജിക്കലി കണക്ട് ചെയ്യാനുള്ള മനസ്സിൻ്റെ കഴിവിൽ നിന്ന് രൂപപ്പെടുന്ന അറിവുകളെയാണ് നമ്മൾ ലോജിക്കൽ ഡെമോൺസ്ട്രേഷൻ വഴി രൂപപ്പെടുന്ന അറിവുകളായിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതായത് 3 തരത്തിലുള്ള കമ്പാരിസൺ, വിചിന്തനം നമുക്ക് സാധ്യമാണ്. അപ്പോൾ അറിവിനെക്കുറിച്ചാണ് നാം പറഞ്ഞത്. അറിവ് എന്താണ് എന്ന് നാം പറഞ്ഞു. ആശയങ്ങളെക്കുറിച്ചുള്ള അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിയോജിപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യത്തിൽ നിന്നാണ് അറിവ് വരുന്നത്. ആ അറിവ് ഇൻഡ്യൂഷൻ വഴി, സെൻസേഷൻ വഴി, ലോജിക്കൽ ഡെമോൺസ്ട്രേഷൻ വഴി രൂപപ്പെടുന്നു എന്ന് നാം പറഞ്ഞു. ഇനി അറിവിൻ്റെ ഒരു സെർട്ടനിറ്റിയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അല്ലേ. റെനെ ഡെക്കാർത്തിനെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടത് അദ്ദേഹം എങ്ങനെയാണ് സെർട്ടനായിട്ടുള്ള അറിവിലേക്ക് പോകുന്നത്. അതിന് ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാചകത്തിലൂടെ എങ്ങനെയാണ് സെർട്ടനായിട്ടുള്ള അറിവുകൾ അദ്ദേഹം ആദ്യം സ്ഥാപിക്കുന്നത്, അതിന് മേലെങ്ങനെയാണ് അറിവ് കെട്ടിപ്പടുക്കുന്നത്, അങ്ങനെ ഒരു ഫൗണ്ടേഷനിസ്റ്റ് അപ്രോച്ചാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നതെന്ന് നാം പറഞ്ഞു. ജോൺ ലോക്കെയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സെർട്ടൻ നോളജിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് അറിവിൻ്റെ ഈ ഒരു സെർട്ടനിറ്റി പല തലങ്ങളിലുണ്ട്. ദർ ആർ ഡിഗ്രീസ് ഓഫ് സെർട്ടനിറ്റിയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ തരം അറിവുകൾക്കും ഒരേ രീതിയിലുള്ള ഉറപ്പ് ഉണ്ടാവുകയില്ല, അവയ്ക്ക് ഡിഗ്രീസ് ഓഫ് സെർട്ടനിറ്റിയാണ് ഉണ്ടാവുക. നമുക്ക് അതായത് സിമ്പിളായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞു, സിമ്പിൾ ഇൻഡിവിസിബിൾ ഐഡിയാസ് നേരിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയങ്ങളുണ്ട്. അത്തരം ഐഡിയാസ് ഒരുപക്ഷെ സെർട്ടൻ ആയിരിക്കാം. അതേപോലെ എന്നാൽ എക്സ്റ്റേണൽ വേൾഡിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്രത്തോളം സെർട്ടനിറ്റി ഇല്ല എന്നതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അറിവ് എന്നുള്ളത് പല തലങ്ങളിലുള്ള ഒന്നാണ്, സെർട്ടനായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിൽ മാത്രമുള്ളതല്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് ജോൺ ലോക്കെ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതായത് ഒരു ലിമിറ്റേഷനുണ്ട്, അനുഭവത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്ന ചിലതുണ്ട്, അനുഭവങ്ങൾ കടന്നു ചെല്ലാൻ പറ്റാത്ത ചിലതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. എല്ലാത്തിനെയും കൃത്യമായ രീതിയിൽ അനുഭവത്തിന് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം അല്ലേ. ഒരർത്ഥത്തിൽ അദ്ദേഹം ഈ പറയുന്ന അറിവുകളുടെ, സയൻറ്റിഫിക് നോളജിൻ്റെ ആവട്ടെ,
പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എംപിരിക്കലായിട്ടുള്ള അറിവിൻ്റെ ആവട്ടെ, അതിൻ്റെ എല്ലാം ഒരു ലിമിറ്റേഷനെ കുറിച്ച് അദ്ദേഹം ബോധവാനാണ്. ആ ഒരു ലിമിറ്റേഷൻസിനപ്പുറത്തേക്ക് പോകാൻ അനുഭവത്തിന് കഴിയില്ല എന്നതിനെക്കുറിച്ചും അദ്ദേഹം ബോധവാനാണ്. ആ അർത്ഥത്തിൽ അറിവിന് പല സെർട്ടനിറ്റിക്ക്, അറിവിൻ്റെ ഒരു ഉറപ്പിന്, സെർട്ടനിറ്റിക്ക് പല ഡിഗ്രീസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നു, നമുക്ക് പുറമേയുള്ള ലോകത്തിലെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസെൻസിനെ അറിയാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നാം മുമ്പ് പറഞ്ഞ ആപ്പിളിൻ്റെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആപ്പിളിൻ്റെ പ്രൈമറി സെക്കൻഡറി ക്വാളിറ്റീസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ? എംപിരിക്കലായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവിലൂടെ നാം ആപ്പിളിൻ്റെ മാസിനെക്കുറിച്ച്, ആപ്പിളിൻ്റെ അതിൻ്റെ രൂപത്തെക്കുറിച്ച്, അതിൻ്റെ നിറത്തെക്കുറിച്ച്, അതിൻ്റെ രുചിയെക്കുറിച്ചൊക്കെ നമുക്ക് ബോധവാന്മാരാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തങ്ങളായ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ എന്താണ് ഈ ക്വാളിറ്റീസ് അല്ലല്ലോ ആപ്പിൾ. അതായത് ഈ ക്വാളിറ്റീസ് എല്ലാം തന്നെ ഒരു വസ്തുവിലുണ്ട് എന്നാണ് നാം പറയുന്നത്. അപ്പോൾ എന്താണ് അണ്ടർലൈങ് വസ്തു അല്ലേ? ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ചുവപ്പല്ല, ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള ഒരു രുചിയല്ല അല്ലെ? ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെറിക്കലോ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പല്ല. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു തൂക്കം മാത്രമല്ല. ഈ പറയുന്ന ഗുണങ്ങളെല്ലാം കൂടി ഒരു അണ്ടർലൈങ് വസ്തുവിൽ സംയോജിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പം അരിസ്റ്റോട്ടിലിയൻ തത്വചിന്തകർ അതിനെയാണ് ഒരു സബ്സ്റ്റാൻഷ്യൽ ഫോം, സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു വസ്തുവിൻ്റെ എസെൻസിലേക്ക്, എന്താണ് ആ വസ്തു എന്നതിലേക്ക് ഒരിക്കലും എംപിരിക്കലായിട്ടുള്ള രീതികളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് ജോൺ ലോക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ അനുഭവങ്ങളിലൂടെ, ഈ അനുഭവസിദ്ധമായ നോളജിലൂടെ, മുമ്പ് അദ്ദേഹം മുന്നോട്ട് വെച്ച അറിവുകളുടെ ഫോർമേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലൂടെ നമുക്ക് വസ്തുക്കളുടെ എസെൻസുകളിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഈ പറയുന്ന അത് മറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നു. അതിന് പവർ എന്ന് പറയുന്ന ഒരു വസ്തു, പവറിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ബില്യാർഡ്സ് ബോൾ, ഇങ്ങനെ ഒരു ബില്യാർഡ് ബോൾ മറ്റൊരു ബില്യാർഡ്സ് ബോളിൽ ഇടിക്കുമ്പോൾ രണ്ടാമത്തെ ബോൾ മുന്നോട്ട് നീങ്ങുന്നു അല്ലേ? അപ്പം അതിൽ ആ ഒരു രീതിയിൽ നമ്മളൊരു പവർ അവിടെ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു വസ്തുവിന് സാധ്യമാകുന്ന കോസൽ എബിലിറ്റിയെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയും എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഭൗതികമായ ഒരു വസ്തു ഇന്ദ്രിയങ്ങളുമായി ഇടപെടുമ്പോൾ അല്ലേ? അപ്പോൾ ആ ഒരു ഭൗതിക വസ്തു എങ്ങനെ ഇന്ദ്രിയ വസ്തുവായി വസ്തുക്കളെ അറിയുക വഴി നമുക്കൊരു എന്താ പറയുക, ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുവിൻ്റെ നമ്മുടെ സെൻസ് പെർസെപ്ഷനിലൂടെ നമ്മൾ അറിയുകയും ആ ഒരു കൺവേർഷനെ കൂടി നമുക്കത് അറിയാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തു നമ്മുടെ സബ്ജക്റ്റ് എക്സ്പീരിയൻസിൽ വരുന്നത് എന്നുള്ള ആ ഒരു മാറ്റത്തെ കൂടി നമുക്കറിയാൻ എംപിരിക്കലായി കഴിയുമെന്ന് ജോൺ ലോക്കെ പറയുന്നുണ്ട്. ഇത് പിൽക്കാലത്തെ പല എംപിരിസിസ്റ്റ് ചിന്തകരും ഈ വാദങ്ങളെ തള്ളിക്കളയുന്നുണ്ട്. അത് എംപിരിസിസ്റ്റ് ട്രഡീഷനിൽ തന്നെ പിന്നീട് ജോൺ ലോക്കയുടെ ഇത്തരത്തിലുള്ള പല ആശയങ്ങൾക്കും എതിരായിട്ട് പല എതിരഭിപ്രായങ്ങളും രൂപം കൊള്ളുകയുണ്ടായി. അപ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഫൗണ്ടേഷൻ അല്ലേ ജോൺ ലോക്കയുടേതെന്ന് നമ്മൾ കണ്ടു. ഇപ്പം മെറ്റാഫിസിക്സ്, അതായത് എന്താണ് റിയാലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒൻറ്റോളജി, ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഉണ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിൽ റെനെ ഡെക്കാർട്ടിൽ നിന്നും ഏറെയൊന്നും വ്യത്യസ്തമല്ല അത് എന്ന് കാണാം. അതായത് മൈൻഡ് ആൻഡ് മാറ്റർ അല്ലേ, ഭൗതികമായ പദാർത്ഥങ്ങളും മനസ്സുമാണ് അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങൾ എന്ന റെനെ ഡെക്കാർട്ടിൻ്റെ ആശയങ്ങൾ ഏറെക്കുറെ അതേപോലെ തന്നെ ജോൺ ലോക്കെയും പിന്തുടരുന്നതായിട്ടാണ് നാം കാണുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ അറിവ് ഉത്ഭവിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അവർ തമ്മിൽ എതിരഭിപ്രായമുള്ളത്. അടിസ്ഥാനപരമായി പ്രപഞ്ചം എങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, അടിസ്ഥാനപരമായി ഈ രണ്ട് പദാർത്ഥങ്ങൾ മനസ്സ്
ഭൗതിക പദാർത്ഥം, ഭൗതിക ലോകം എന്നിങ്ങനെയുള്ള രണ്ട് പദാർത്ഥങ്ങൾ, മൈൻഡ് ആൻഡ് മാറ്റർ എന്നുള്ള രണ്ട് പദാർത്ഥങ്ങളാണ് ലോകത്തിൽ ഉള്ളത് എന്ന കാര്യത്തിൽ അവർ തമ്മിൽ എതിരഭിപ്രായങ്ങളില്ല. അത് നേരത്തെ തന്നെ ഡെക്കാർത്ത് പറയുന്ന പോലെ ഒരു ഫൈനൈറ്റ് മൈൻഡും ഈ ഗോഡ് എന്നുള്ളൊരു ഇൻഫിനിറ്റ് മൈൻഡും പിന്നെ ഒരു ഫിസിക്കൽ വേൾഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജോൺ ലോക്കേക്കും ഉള്ളത്. എങ്ങനെയാണ് അറിവ് ഉത്ഭവിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് അവർക്കിടയിൽ വ്യത്യാസാഭിപ്രായമുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ എങ്ങനെ സ്ഥാപിക്കണം എന്ന ചോദ്യത്തിൽ റെനെ ഡെക്കാർത്തിനെ സംബന്ധിച്ചിടത്തോളം നാം പറഞ്ഞു, അദ്ദേഹം അത് റാഷണലായിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബീയിങ്ങിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ നമുക്ക് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണല്ലോ. മറിച്ച് ജോൺ ലോക്കിയിലേക്ക് വരുമ്പോൾ ഭൗതിക ലോകത്തിൽ നിന്നാണ് അദ്ദേഹം ദൈവത്തിലേക്ക് എത്തുന്നത്. ഭൗതിക ലോകം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് അദ്ദേഹം ദൈവം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. കാരണം മാനസികമായി റാഷണലായിട്ടുള്ളൊരു ലോകം അല്ലേ, നോ ഇന്നേറ്റ് ഐഡിയാസ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ബീയിങ് എന്നുള്ളൊരു ഇന്നേറ്റ് ഐഡിയ ഉണ്ട് എന്ന് തന്നെ ജോൺ ലോക്കെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വഴി ഭൗതിക ലോകത്തെ കാണുകയും ആ ഭൗതിക ലോകത്തിൽ നിന്ന് അതിൻ്റെ സൃഷ്ടിപരതയിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നതുമാണ്. ഈ അർത്ഥത്തിൽ നമുക്കറിയാം എംപിരിസിസ്റ്റ് ട്രഡീഷനിൽ ഏതാണ്ട് ജോൺ ലോക്കയുടെ ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ളതും എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള ഐഡിയാസിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരു എംപിരിസിസ്റ്റ് ട്രഡീഷൻ്റെ ഒരു ആദ്യത്തെ അധികായനായിട്ടുള്ള വ്യക്തിയാണ് ജോൺ ലോക്ക് എന്ന് നമുക്കും പറയാം. എംപിരിസിസത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണ എന്താണ്? അത് പദാർത്ഥത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ട്രഡീഷനാണെന്നാണ്. കാരണം എല്ലാ അറിവുകളും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, പദാർത്ഥ ലോകത്തിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. എന്നാൽ എംപിരിസിസത്തെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയി പദാർത്ഥ ലോകത്തെ ഏതാണ്ട് ഇല്ലാതാക്കുന്ന ഒരു തത്വചിന്ത കൂടി രൂപപ്പെടുത്തിയ ഒരു ചിന്തകനുണ്ട്, ജോർജ് പെർക്കിലി. അദ്ദേഹത്തെക്കുറിച്ചാണ് നാം അടുത്ത അധ്യായത്തിൽ സംസാരിക്കുക. സ്റ്റേ ട്യൂൺഡ്. വീണ്ടും കാണാം. നന്ദി.